അന്നത്തെ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു ദച്ചുവും ദേവും മാളുവും ആരവും. മറ്റുള്ളവർ പരസ്പരം എക്സാമിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. എന്നാൽ ദച്ചു ഇതിലൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ആലോചനയിലായിരുന്നു. അപ്പോൾ ഒരു എക്സാം കൂടി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡോക്ടേഴ്സായി അല്ലേ ഫ്രണ്ട്സ്? അയ്യടാ, എക്സാം കഴിഞ്ഞ ഉടനെ ഡോക്ടർ ആവില്ല മോനെ, അതിന് പാസ്സാവണം. ആരോ പറഞ്ഞതിന് മറുപടിയായി ദേവ് പറഞ്ഞു. അവന് വളിച്ചു ചിരിച്ചു. ദേ, ഇവളുടെ കാര്യത്തിൽ ഉറപ്പിക്കാം, എക്സാം കഴിഞ്ഞാൽ ഇവൾ ഡോക്ടർ തന്നെയാണ് അല്ലേ ദേവു? ആ അതെ, എല്ലാത്തിനും ഫസ്റ്റ് മേടിക്കുന്നവൾ പാസ്സാവാതിരിക്കോ അല്ലേ ദച്ച്? മാളു പറഞ്ഞു കഴിഞ്ഞതും ദേവ് കൂടി അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. പെട്ടെന്നാണ് അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് ദേവുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നീ എന്താ ആലോചിക്കുന്നു ദച്ചു? ഡീ, അവൾ ചോദിച്ചതിന് മറുപടിയില്ലായിരുന്നു. ദേവ് അവൾ ഒന്നുകൂടി വിളിച്ചു. എന്താ? നീ ഇത് എന്താലോചിച്ച് നിൽക്കുക? ഞാൻ പറഞ്ഞ പോലെ കേട്ടോ നീ? അത് ഞാനെന്തോ അല്ല, നിങ്ങളെന്താ ചോദിച്ചത്? ദേവ്, കുന്തം, നിനക്ക് എന്താ പെണ്ണേ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, ആകെ ഒരു മ്ലാനത. ആദ്യം ഞാൻ കരുതി എക്സാമിന് ടെൻഷൻ ആവുന്ന, പക്ഷെ അല്ല, നിനക്ക് മറ്റെന്തോ പ്രശ്നമുണ്ട്. പറയടി, ഇനി അത് അറിഞ്ഞിട്ടേ മുന്നോട്ട് പോകുന്നുള്ളൂ. ദേവ് ചോദിച്ചതും ഒന്നും പറയാനാവാതെ ദച്ചു പുറത്തേക്ക് നോക്കി നിന്നു. നീ പറയുന്നുണ്ടോ ദച്ചു? പിന്നെ അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ദേവ് വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൾ അവരൊന്ന് നോക്കി. ദേവ് ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ്. മാളു ആരോ അവൾ പറയുന്ന കേൾക്കാനായി നിൽക്കുന്നു. അവളൊന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവരോടായി പറഞ്ഞു, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. എന്ത്? ദച്ചു പറഞ്ഞു കഴിഞ്ഞതും 3 പേരും ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി അവളൊന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിന്നു. എന്നിട്ട് നീ എന്താ ഈ നേരത്തെ പറയാഞ്ഞേ? അവൾ മൗനമായി നിൽക്കുന്നുണ്ട്. മാളു അവളോട് ചോദിച്ചു. അച്ഛൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണെന്ന് ഞാനും കരുതിയില്ല. 2 ദിവസം മുന്നേ ഉറപ്പിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്നോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ കല്യാണം ഉറപ്പിച്ചോ? അപ്പം നിന്റെ കല്യാണത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കണ്ടേ? അവളുടെ മറുപടി കേട്ടതും ദേവ് ദേഷ്യത്തോട് അവളോട് ചോദിച്ചു. ഹാ, നിങ്ങളിങ്ങനെ റൈസാവാതെ അവൾ പറയട്ടെ. ദച്ചു, നീ പറ, നിനക്ക് ഇഷ്ടമില്ലാതെയാണോ ഈ കല്യാണം നടക്കാൻ പോകുന്നത്? ദേവിൻ്റെ ദേഷ്യം കണ്ടതും ആരോ രംഗം ശാന്തമാക്കാനായി അവരോട് പറഞ്ഞു. അവൻ ചോദിച്ചതും അന്ന് അച്ഛൻ വിളിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അവൾ അവരോട് പറഞ്ഞു. അപ്പോൾ നീ സമ്മതിച്ചിട്ട് തന്നെയാ കല്യാണം ഉറപ്പിച്ച്? നടന്നെന്ന് അവരൊരു മരത്തിൻ്റെ ചൂട്ടിലായിരുന്നുകൊണ്ട് മാളോട് ചോദിച്ചു. സമ്മതിച്ചോ എന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ എൻ്റെ ഈ ആമിയുടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും കൂടിയാണ്. ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചാലും അവരുടെ ഇഷ്ടം തന്നെയായിരുന്നു ഞങ്ങൾക്കും. എന്തിന്, ഞാനിപ്പോൾ പഠിക്കുന്ന ഈ മെഡിസിൻ പോലും എൻ്റെ അച്ഛൻ്റെ ഇഷ്ടത്തിന്. അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എന്നെ ഡോക്ടർ ആക്കണം എന്നുള്ളത്. ഇപ്പോൾ എടുത്ത തീരുമാനത്തിലും എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ പെട്ടെന്നൊരു കല്യാണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കുനിഞ്ഞിരുന്നു. കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. നിന്റെ കയ്യിൽ ആ ചെക്കൻ്റെ ഫോട്ടോ ഉണ്ടോ? അല്പസമയത്തിന് ശേഷം ദേവ് അവളോട് ചോദിച്ചു. അതിന് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവൾ ഫോണെടുത്ത് മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആഹാ, ചുള്ളനാളോടി. ഫോട്ടോ കണ്ടതും 3 പേരും കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനവൾ അവരൊന്ന് കൂർപ്പിച്ച് നോക്കി. അതുപോട്ടെ, എൻ്റെ ചെക്കനെന്ത് ചെയ്യുക? അതിനൊന്ന് വിളിച്ച് കാണിച്ചുകൊണ്ട് മാളവളോട് ചോദിച്ചു. ദച്ചു, ISROയിൽ എഞ്ചിനീയറാ. ആഹാ, അപ്പോൾ ലൈഫ് സെറ്റായി. അതിനവളൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിഞ്ഞിരുന്നു. അത് കണ്ടതും മറ്റുള്ളവർ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ദേവു, ദച്ചൂസേ? ദച്ചൂട്ടി? ദച്ചൂട്ടിയേ? എന്താടി കോപ്പേ? ആ, ഇതാണ് എൻ്റെ ദച്ചൂസ്. അല്ലാതെ കല്യാണം എന്ന് കേട്ട് കരഞ്ഞു വിളിച്ച് നടക്കില്ലേ വേണ്ട. അല്ലടി മാളൂസേ? ആ അതെ, ഞാൻ കരഞ്ഞു വിളിച്ചിരുന്നൊന്നുമില്ല. ആ, അത് ഞങ്ങൾ കണ്ടു. കാർമേഘം മൂടിക്കെട്ടി ആകാശം പോലെ ഇരുണ്ടു മൂടി ഇരിക്കുന്നു. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നിലത്തേക്ക് നോക്കി തന്നെ ഇരുന്നു. ദച്ചൂസേ, നിനക്ക് ചെക്കനെ ഇഷ്ടമായില്ലേ? അവളുടെ മൗനം കണ്ട് ആരും അവളോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമല്ലേ എന്ന്. അത് എനിക്ക് ഇപ്പോഴും അറിയില്ലടാ. പെട്ടെന്നൊരു കല്യാണം ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. PG കഴിഞ്ഞ് കുറച്ചാൾ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മതി കല്യാണം എന്നാണ് കരുതിയത്. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഉറപ്പിച്ചില്ലേ? അവൾ അവരോടായി പറഞ്ഞു. എന്നത്തേക്കാ ഡേറ്റ്? അവൾ പറഞ്ഞു കഴിഞ്ഞതും ആൾ ചോദിച്ചു. 22-ന്. അപ്പം എക്സാം കഴിഞ്ഞ് ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ? ആ, അപ്പോൾ നമുക്ക് ഒരാഴ്ച മുന്നേ അവിടെ എത്താം. ദേ പെണ്ണെ, എനിക്ക് നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തരണം കേട്ടല്ലോ. അയ്യേ, അതിന് നീ വെജിറ്റേറിയൻ അല്ലേടാ? മാള്, ആര്? ഇവനോ? അതൊക്കെ അങ്ങ് കോവിലത്ത്. ഇവിടെ വന്നാൽ നോൺ വെജ് ഇല്ലാതെ ഇവന് ഫുഡ് കഴിക്കുന്ന ഒരു നേരമില്ല. അത് പിന്നെ കോവിലത്ത് ഏത് നേരം ഇലയും പച്ചക്കറിയും മാത്രം കഴിച്ചിടക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ദീനരോധനം നിങ്ങളാരും കേൾക്കുന്നില്ലേ? പിന്നെ പാവം ചെറുപ്പക്കാരൻ ഒന്ന് പോടപ്പ. അയ്യടി, എന്നെ കുറ്റം പറയുന്ന പൊന്നുമോള് പിന്നെ നോൺ വെജ് കഴിക്കാറില്ലല്ലോ അല്ലേ? അത് പിന്നെ നിനക്കൊരു കമ്പനി ഇരുന്നല്ലേ.
അല്ലാതെ കൊതി മൂത്തിട്ടല്ല. കൊതി മൂക്കുന്ന നിന്റെ പെണ്ണുപിളക്കാടാ. ദേ എവിടെ ഇരിക്കുന്ന എൻ്റെ പെണ്ണുപിളെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടാ പുല്ല്. നീ പോയി നിന്റെ കെട്ടിയോനെ വിളിക്കടി നാറി. ഒരു നിമിഷം കൊണ്ട് തന്നെ രണ്ടും കൂടി മുട്ടം വഴക്കായി. ദച്ചുവും ദേവും എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നു. എന്താ അവിടെ? ആരുടെയോ ശബ്ദം കേട്ടാണ് നാലുപേരും തിരിഞ്ഞു നോക്കിയത്. അവർ നോക്കിയതും അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന മനുവിനെയാണ് കണ്ടത്. നാലുപേരും കൂടി എന്താ അവിടെ പരിപാടി? അടുത്തെത്തിയതും മനു അവരോട് ചോദിച്ചു. അത് പിന്നെ ഏട്ടാ, ആരും എന്തോ പറയാനായി വന്നു. മനു കൈയെടുത്ത് അടഞ്ഞു. നിങ്ങൾ പറയണ്ട, ദേവ് പറ. അത് പിന്നെ സാർ. അവൻ ദേവിനോട് പറയാൻ പറഞ്ഞതും അവളൊരു പതർച്ചയോടെ മാളുവിനെയും ആരവിനെയും നോക്കി. അവർ പറയരുതെന്ന് അവൾ കണ്ണു കാണിച്ചു. നിങ്ങളവളെ കണ്ണു കാണിക്കണ്ട, രണ്ടും കൂടി ഇവിടെ കിടന്ന് അടികൂടുന്ന ഞാൻ കണ്ടു. താൻ പറ കുട്ടി. അതും പറഞ്ഞ് അവൻ വീണ്ടും ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് സാർ, ആരവിന് മട്ടൻ ബിരിയാണി വേണമെന്ന്. അത് ദച്ചുവിനോട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ വഴക്കായിരുന്നു. അവനെ നോട്ടം കണ്ടതും ദേവ് പറയാൻ തുടങ്ങി. മട്ടൻ ബിരിയാണിയോ? നിനക്ക് വേണ്ടെല്ലാം ജാനു ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഈ കുട്ടിയോട് പറയുന്നത്? അയ്യോ അതങ്ങനെയല്ലേ ഏട്ടാ, 2 വീക്സ് കഴിഞ്ഞാൽ ദച്ചുവിൻ്റെ മാരേജാ. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാക്കി തരണമെന്നാ പറഞ്ഞ്. വാട്ട്, മാരേജോ? അത് കേട്ടതും മനു ഞെട്ടനോട് ചോദിച്ചു. അതെ, എന്തേട്ടാ? അവൻ്റെ ഭാവമാറ്റം കണ്ട മാള് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. അല്ല, എന്നാ മാരേജ്? 22-ാം തീയതി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. ഇവരോടൊപ്പം സാറ് തീർച്ചയായിട്ടും വരണം. ഷുവർ, എന്നാൽ നിങ്ങൾ ചെല്ലും, നേരെ വൈകണ്ട. ശരി സാർ. അതും പറഞ്ഞ് മറ്റുള്ളവരോട് യാത്ര പറഞ്ഞ് അവൾ ദേവിനെ വിളിച്ചുകൊണ്ട് നടന്നു. അവൾ നടന്നു നീങ്ങുന്ന ഒരു വേദനയോട് അവൻ നോക്കി നിന്നു. ഏട്ടാ. ആ. അവരെ തന്നെ നോക്കിയ മനുവിനെ മാള് തട്ടി വിളിച്ചു. പോവണ്ടേ? ആ, നിങ്ങളോട് നിൽക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. അവൾ പറഞ്ഞതും അവനവരോട് പറഞ്ഞുകൊണ്ട് പാർക്കിങ്ങിലേക്ക് നടന്നു. സംതിങ് ഫിഷി. അവനെ നോക്കിക്കൊണ്ട് മാളു പതിയെ പറഞ്ഞു. എന്താ? നമ്മുടെ മനുവേട്ടന് ദച്ചൂട്ടിയോട് എന്തോ ഒരു ഇത്. എന്ത്? നീ എന്തൊക്കെയാടി പറയുന്നത്? അവൾ പറയുന്നിട്ട് അവൻ പകച്ചുകൊണ്ട് ചോദിച്ചു. നീ കണ്ടില്ലേ ദച്ചുവിൻ്റെ കല്യാണം എന്ന് കേട്ടപ്പോൾ ഏട്ടനൊന്നും ഞെട്ടിയത്? ആണോ? ഞാൻ കണ്ടില്ല. നീ കാണില്ല, നിനക്ക് ബിരിയാണിയുടെ ഓർമ്മയല്ലേ? ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ശരിക്കും നീ കണ്ടോ? ആടാ, ശരിക്കും ഞാൻ കണ്ടു. അത് മാത്രമല്ല, അവർ പോയപ്പോൾ ഏട്ടൻ നോക്കിയെന്നില്ലേ, അത് ദച്ചുവിനും തന്നെയാണ്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടിനെ എങ്ങനെയെങ്കിലും സെറ്റാക്കായിരുന്നു. ശരിയാ, എങ്കിൽ ദച്ചുവും ദൈവവും നമ്മുടെ കൂടെ ആയാലേ അടിച്ചു പൊളിക്കായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, യോഗല്ല അമ്മണിയേ. ഏട്ട വരുന്നു. മനു കാറും കൊണ്ടുവന്നു. അവർ കയറിയിരുന്നു. ആരും പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. മനു നേരെ നോക്കി വണ്ടി മുന്നോട്ട് ഓടിച്ചു പോയി. അമൻ, എന്താ നിന്റെ പ്ലാൻ? അതെങ്കിലൊന്ന് പറ. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിലെ ബാൽക്കണിൽ കയ്യിലൊരു ബിയർ ഗ്ലാസും പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മൻ്റെ അടുത്തേക്ക് വന്ന് ഹരി ചോദിച്ചതും അവൻ തിരിഞ്ഞ് ഹരിയെ നോക്കിയതും പുഞ്ചിരിച്ചു. ഒരു ബ്ലാക്ക് കളർ ഷോർട്ട്സും വൈറ്റ് ടീഷർട്ടുമായി അവൻ്റെ വേഷം. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? നീ ഡെയിലി ഹോസ്പിറ്റലിൽ പോകുന്ന അവളെ കാണുന്നു, വരുന്നു, ആരൊക്കെയോ വിളിക്കുന്നു. ഇന്ന് അവളുടെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. ഇന്ന് മുഴുവൻ നീ അവളുടെ പിന്നാലെ ആയിരുന്നു. എന്നിട്ട് നീ അവളോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ അവൾ നാട്ടിലേക്ക് പോകും. അറിഞ്ഞിടത്തോളം അവൾ അച്ഛനമ്മയും പറയുന്നതിനപ്പുറം പോവില്ല. അങ്ങനെയുള്ള അവൾ കല്യാണത്തിന് അടുത്ത സ്ഥിതിക്ക് നിന്നെ കേൾക്കുമോ? ഇല്ല. അത് നിനക്കും അറിയാം. എന്നിട്ട് നീ ഇവിടെ ഇങ്ങനെ കള്ളു കുടിച്ച് മാനത്ത് നോക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? എന്താ നീ മനസ്സിൽ കണ്ടിരിക്കുന്നത്? എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറയടാ. ഹരി അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു. കൂൾ കൂൾ ഹരി, നീ ഇങ്ങനെ റേസ് ആവാതെ. അവൻ ബിയർ കപ്പ് ടേബിളിലേക്ക് വെച്ച് ഹരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെ ഹരി അവനൊന്ന് രൂക്ഷമായി നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഹരി, എൻ്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. അമൻ, നീ എന്താ ചെയ്യാൻ പോകുന്നേ? അവൻ പറഞ്ഞത് ഹരി ചെറിയ ഭയത്തോട് ചോദിച്ചു. നാളെ ഈ നേരം അവൾ എൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അടുത്ത പ്രഭാതം കാണാൻ അവൾ ജീവനോടെ ഉണ്ടാവില്ല. അമൻ, അവൻ പറഞ്ഞു കഴിഞ്ഞു. ഹരി പേടിയോടെ വിളിച്ചു. അമൻ്റെ പ്രണയം ഇങ്ങനെയാണ് ഹരി. സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കില്ല. തൽക്കാലം നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. അത്രയും പറഞ്ഞ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അമൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും അവൻ്റെ വാക്കുകൾ കേട്ട് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ഹരി. പിറ്റേന്ന് വൈകുന്നേരം പോവാനായി തയ്യാറെടുക്കുകയാണ് ദച്ചുവും ദേവും. രാത്രി 8:30 ബാംഗ്ലൂർ ടു കേരള വോൾവോയിലാണ് അവർ പോകുന്നത്. രണ്ടാളുടെയും മുഖം മൂടിക്കെട്ടിയിരുന്നു. ബാഗ് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ദച്ചുവിൻ്റെ മനസ്സ് ഇവിടെയൊന്നും ആയിരുന്നില്ല. എല്ലാവരെയും വിട്ടുപോകാൻ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ദേവുവിന്. അവളൊരു നിമിഷം ദേവുവിനെ തന്നെ നോക്കി നിന്നു. 5 വർഷത്തെ കൂട്ടാണ്. ഈ 5 വർഷവും ഒരു കൂടപ്പിറപ്പിനെ പോലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവൾ. അവളെ പിരിയാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ ദച്ചുവിന് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അവൾ മുഖം പൊത്തി കുനിഞ്ഞിരുന്ന് കരഞ്ഞു. ദച്ചു കരയുന്ന കേട്ട് തിരിഞ്ഞു നോക്കിയ ദേവ് ഞെട്ടിപ്പോയി.
അവൾ ഓടി വന്ന് ദച്ചുവിനെ കെട്ടിപ്പിടിച്ചു. കരയില്ലേടാ, നമ്മുടെ ഈ വിടവറയിൽ താൽക്കാലികല്ലേ, PGക്ക് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരില്ലേ, പിന്നെന്താ? ദേവു അത് പറഞ്ഞു. ദച്ചുവിന്റെ മനസ്സിൽ മഹേഷ് തലേദിവസം പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്ന്. കല്യാണം നിശ്ചയിച്ച ദിവസം വിളിച്ചതിന് ശേഷം തന്നെ ഇന്നലെയാണ് മഹിയേട്ടൻ വിളിക്കുന്നത്. ഇന്ന് നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇനി ബാംഗ്ലൂരിലേക്ക് വരണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. PGക്ക് ഇവിടെ തന്നെ ചേരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പിന്നെ ആലോചിക്കാമെന്നും തന്നെ പൊന്നുപോലെ നോക്കാനുള്ള വരുമാനം എനിക്കുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തോ സംസാരത്തിലേക്ക് ഒരു പാകപ്പിഴ ഉള്ളതുപോലെ അത് ആലോചിക്കുന്നവരും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. എന്താടാ, എന്തിനാ കരയുന്നേ? ഒന്നുമില്ലടാ, കുറച്ച് നാളത്തേക്കായാലും നിങ്ങളൊക്കെ പിരിയണല്ലോ എന്ന് ഓർത്തിട്ടാ. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുന്ന കണ്ട് ദൈവം അവളോട് ചോദിച്ചത്. അവൾ അതിന് ചെറുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. വിഷമിക്കണടാ, ഞങ്ങൾ ഉടനെ അങ്ങ് എത്തില്ലേ. അതിന് മറുപടിയായി ദൈവം അവളുടെ കവിളും തട്ടിക്കൊണ്ട് പറഞ്ഞതും ദച്ചു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. അവളെയും നോക്കി ദൈവം അവളുടെ പണി തുടങ്ങി. ഇതേ സമയം ആളും പോകാനുള്ള ബാഗ് പാക്ക് ചെയ്യുമായിരുന്നു. അവർ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എല്ലാവരും പോകുന്നതുകൊണ്ട് ആദ്യം തലേ ദിവസം തന്നെ അവിടെ എത്തിയിരുന്നു. നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുക, ആകെ ഒരു മൂഡ് ഓഫ്. എന്താടാ, പിള്ളേർ പോകുന്നതുകൊണ്ടാണോ? ലിവിംഗ് റൂമിലെ സെറ്റിൽ തല പിന്നിലേക്ക് ചാരി വെച്ച് കണ്ണടച്ചിരുന്നുകൊണ്ട് എന്തോ ഓർക്കുന്ന മനുവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആദ്യം ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. അത് വെറുതെ മര്യാദക്ക് പറയുന്നുണ്ടോ നീ? ഒന്നുമില്ലടാ, നിനക്ക് തോന്നുന്നതാ, ഞാൻ ഹാപ്പിയാണ്. നീ വാ, പിള്ളേരിപ്പോൾ ഇറങ്ങും. അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും ആളും ആരോ ഇറങ്ങി വന്നു. ഫ്ലാറ്റ് പൂട്ടി ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുമ്പോഴും മനുവിൻ്റെ മുഖം മ്ലാനമായി തന്നെ ഇരുന്നു. ആദ്യം അത് കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു. പാർക്കിങ്ങിൽ ചെന്ന് മനു കാർ എടുത്തുകൊണ്ട് വന്ന് 3 പേര് അതിലേക്ക് കയറി. അവരുടെ കാർ നേരെ ചെന്ന് നിന്ന് കോളേജ് ഹോസ്റ്റലിന് മുമ്പിലായിരുന്നു. ഹോസ്റ്റലിന് മുമ്പിൽ തന്നെ ദച്ചുവും ദൈവവും ഉണ്ടായിരുന്നു. അവരെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാനായി വിളിക്കാൻ വരുമെന്ന് രാവിലെ തന്നെ മാളു അവരോട് വിളിച്ചു പറഞ്ഞിരുന്നു. കാർ വന്നിന്നും ദച്ചുവും ദൈവവും അതിലേക്ക് കയറി. കാറിൽ കയറി കഴിഞ്ഞാണ് കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആദ്യം ദേവു കാണുന്നത്. അവളൊരു ഞെട്ടലോടെ അവനെ നോക്കിയതും അവളെ നോക്കിയൊരു കണ്ണിറുക്കി കാണിച്ചു. അത് കണ്ടതും അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. പക്ഷേ ചുണ്ടുകളിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. അതാദ്യം കാണുകയും ചെയ്തു. ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ദക്ഷിണയുടെ വിവാഹം എന്ന് കേട്ടല്ലോ. മൗനമായി മുഖം കുനിച്ചിരുന്നവർ ആദിയുടെ സൗണ്ട് കേട്ടാണ് മുഖമുയർത്തി നോക്കിയത്. അതേട്ടാ, 22-നാണ്, ഏട്ടൻ വരണം, ദച്ചു പറഞ്ഞു. തീർച്ചയായും അല്ലേടാ മനു? ആദ്യ ചോദിച്ചതിന് അതിന് മനു ഒന്ന് മൂളിയതേയുള്ളൂ. പിന്നീട് വീണ്ടും കാറിനകം നിശബ്ദമായിരുന്നു. 4 പേരും കൈകൾ കോർത്തിരുന്നു. ആദ്യ സൈഡ് മിററിൽ കൂടി ദേവുവിനെ തന്നെ നോക്കിയിരുന്നു. ദേവു അത് കണ്ടെങ്കിലും അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. മനുവിൻ്റെ കണ്ണുകൾ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ദച്ചുവിനെ തേടിപ്പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ദച്ചു ഇതൊന്നും അറിയാതെ പിന്നിലേക്ക് ചാരി കണ്ണുകൾ ഇറുകെ അടച്ചു. കുറച്ച് സമയത്തിനകം അവർ ബസ് സ്റ്റാൻഡിലെത്തി. അവർക്ക് പോകാനുള്ള ബസ് വന്നു. ദച്ചുവും ദേവും എഴുന്നേറ്റ് മാളുവിനെയും ആരവിനെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ശേഷം ആദിയോടും മനുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ദച്ചു മുന്നോട്ട് നടന്നു. ദച്ചുവിൻ്റെ കൂടെ മാളുവും ആരവും നടന്നു. അതിനു പിന്നാലെ മനുവിനോട് യാത്ര പറഞ്ഞ് ആദിയെ നോക്കിക്കൊണ്ട് ദേവ് നടന്നു. ആദിയോടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് കാറിന് പിന്നിലേക്ക് മറഞ്ഞു. ശേഷം ഇരുകൈകൾ കൊണ്ടും പുണർന്ന് അവളുടെ ഇടത്തേക്ക് അവളിൽ അമർത്തി ചുംബിച്ചു. 5 സെക്കൻഡിലെല്ലാം കഴിഞ്ഞു. അപ്പോഴും എന്താണ് സംഭവിച്ചതെന്നറിയാതെ ദേവു അന്തം വിട്ടിരിക്കുകയായിരുന്നു. അവൻ അവളുടെ കവിളിൽ തട്ടിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. ശേഷം ചുറ്റിനും നോക്കിയതും ആരും അവരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായി. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് ഒന്നുകൂടി അവനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. അധികം വൈകാതെ ഞാനങ്ങ് ആലപ്പുഴക്ക് വരുന്നുണ്ട്. എന്തിന്? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അറിയാതെ ചോദിച്ചു പോയി. അത് കേട്ട് അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതോ, അവിടെ ചിറ്റിലപ്പള്ളി വീട്ടിലെ രാമനാഥൻ്റെ സൽപുത്രി ദേവപ്രിയ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാം. അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ വായും തുറന്ന് അവനെ നോക്കിക്കൊണ്ട് നിന്നു. വായടച്ചുപിടിക്കടി, അല്ലെങ്കിൽ വല്ല ഈച്ചയും കയറിപ്പോകും. അവളുടെ വായും തുറന്നവൾ നിൽപ്പേണ്ടതും അവൻ ചിരിയാലെ പറഞ്ഞു. അത് കേട്ടതും അവൾ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. ചെല്ല്, അവർ കാത്തു നിൽക്കുക. ചേട്ട അധികം വൈകാതെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നാളാം കേട്ടോ. അവളുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി ചിരിച്ചു. പോയിട്ട് വാ. അവൻ വീണ്ടും പറഞ്ഞതും അവനെ നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞടന്നു. 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് അവനെ തിരിഞ്ഞു നോക്കി. ശേഷം ഓടി വന്ന് അവൻ്റെ ഇരുകവിളിൽ ഉമ്മ വെച്ച് അതേ സ്പീഡിൽ അവൾ തിരിഞ്ഞോടി. കാന്താരി. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടിയെങ്കിലും കവിളിൽ കൈവച്ച് ഒരു ചിരിയോടെ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ചെന്നതും ബാക്കി 3 പേരും അവളെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. മാളുവിനോടും ആരവിനോടും ആദ്യം കുറച്ച് മുന്നേ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരത് ദച്ചുവിനോടും പറഞ്ഞു. ദേവിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നവരെ ഒന്ന് ഇളിച്ച് കാണിച്ചുകൊണ്ട് അവൾ ബസ്സിനകത്തേക്ക് കയറി.
മാളുവിനോട് ആരവിനോട് യാത്ര പറഞ്ഞു ദച്ചുവും ബസ്സിനകത്തേക്ക് കയറി. ഒത്തിരി ഇഷ്ടമായിരുന്നല്ലേ ദക്ഷിണേ? ബസ്സിലേക്കായിരുന്നു ദച്ചുവിനെ നോക്കിക്കൊണ്ടിരുന്ന മനുവിൻ്റെ അടുത്തേക്ക് വന്ന് ആദ്യം ചോദിച്ചതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ശേഷം അവൻ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇഷ്ടമായിരുന്നു. അവളുടെ ഫ്രണ്ട്സിനെ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ആ സ്നേഹം അനുഭവിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ യോഗമില്ല. ചിരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞെങ്കിലും അവന് നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിലെ വിഷമം. പോട്ടടാ, വിട്ടുകളാ. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് കാറിനകത്തേക്ക് കയറി. തുടരും.